നമസ്കാരം. ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. യുദ്ധസമാനം പശ്ചിമേഷ്യ. ഇറാനിലെ ആണവ നിലയങ്ങളിൽ US നടത്തിയ ആക്രമണത്തെ അറബ് രാജ്യങ്ങൾ ശക്തമായ ഭാഷയിൽ അപലപിച്ചു. മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും നേരെയുള്ള ഈ ആക്രമണങ്ങൾ ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് അറബ് സഹകരണ കൌൺസിൽ പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകി. സൗദി അറേബ്യ, ഖത്തർ, UAE, ഒമാൻ, കുവൈത്ത് എന്നീ രാജ്യങ്ങളാണ് ആക്രമണം മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന ആശങ്ക പങ്കുവച്ചതിനൊപ്പം ആക്രമണത്തെ ശക്തമായ ഭാഷയിൽ അപലപിക്കുകയും ചെയ്തത്. ആക്രമണത്തിൽ ആശങ്ക അറിയിച്ച ഖത്തർ വിദേശകാര്യ മന്ത്രാലയം എല്ലാ സൈനിക നടപടികളും നിർത്തിവെച്ച് പ്രശ്നം പരിഹരിക്കുന്നതിന് എല്ലാവരും തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടു. എല്ലാ സംഘർഷങ്ങളും സൈനിക നടപടികളും ഉടനടി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട കുവൈത്ത് ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കുന്നതിന് ഇടപെടാൻ അന്താരാഷ്ട്ര സമൂഹത്തോടും ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിനോടും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മേഖലയിലെ സംഭവ വികാസങ്ങൾ വളരെയധികം ആശങ്കയോടെയാണ് നിരീക്ഷിക്കുന്നതെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സംയമനം പാലിക്കാനും സംഘർഷം ലഘൂകരിക്കാനും ആക്രമണം ഒഴിവാക്കാനും സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തണം. പ്രതിസന്ധിക്ക് രാഷ്ട്രീയ പരിഹാരം കണ്ടെത്താൻ അന്താരാഷ്ട്ര സമൂഹം ശ്രമങ്ങൾ ഇരട്ടിയാക്കണമെന്നും പ്രസ്താവന ആവശ്യപ്പെട്ടു. ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കുന്നതിനും മേഖല കൂടുതൽ അസ്ഥിരതയിലേക്ക് വലിച്ചിഴക്കപ്പെടാതിരിക്കാനും സംഘർഷം അവസാനിപ്പിക്കണമെന്ന് UAE വിദേശകാര്യ മന്ത്രാലയവും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. US വ്യോമാക്രമണത്തെ ശക്തമായി അപലപിച്ച ഒമാൻ നടപടി സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുമെന്നും ഇത് അന്താരാഷ്ട്ര സ്ഥിരതയ്ക്ക് ഭീഷണിയാണെന്നും ചൂണ്ടിക്കാട്ടി. നേരത്തെ ഇറാൻ US ആണവ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ച രാജ്യം കൂടിയാണ് ഒമാൻ. അതേസമയം ആണവ വികിരണ തോത് നിരീക്ഷിച്ചു വരുന്നുണ്ടെന്നും നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിവിധ രാജ്യങ്ങളിലെ ഏജൻസികൾ അറിയിച്ചു. മേഖലയിൽ അസാധാരണമായ റേഡിയേഷൻ അളവില്ലെന്നാണ് GCC ജനറൽ സെക്രട്ടേറിയറ്റും പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. അതേസമയം സുരക്ഷാ സാഹചര്യം പരിഗണിച്ച ബഹ്റൈനിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓൺലൈൻ പഠനത്തിലേക്ക് മാറ്റുകയും അത്യാവശ്യത്തിനല്ലാതെ പ്രധാന റോഡുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ സ്ഥാപനങ്ങളിൽ 70% വർക്ക് ഫ്രം ഹോം സംവിധാനത്തിലേക്ക് മാറാനും നിർദ്ദേശമുണ്ട്. കുവൈത്തും സുരക്ഷാ നടപടി ശക്തമാക്കി. പ്രധാന സർക്കാർ സമുച്ചയങ്ങളിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നതിന് ഷെൽട്ടർ സംവിധാനം സജ്ജീകരിച്ചതായി കുവൈത്ത് ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. അൻവർ പാലേരി, 24 ദോഹ. കൂടുതൽ വിവരങ്ങളുമായി ദോഹയിൽ നിന്ന് അൻവർ പാലേരി ചേരുകയാണ് തത്സമയം. അൻവർ, ഇറാനിലെ ആണവ നിലയങ്ങൾ US നടത്തിയ ആക്രമണത്തെ അറബ് രാജ്യങ്ങൾ ശക്തമായ ഭാഷയിലാണ് അപലപിച്ചിരിക്കുന്നത്. ഇതുൾപ്പെടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് സംഭവിച്ചത്? ഒപ്പം തന്നെ ഏതെങ്കിലും രീതിയിലുള്ള നിലപാട് നിലവിൽ അറബ് രാജ്യങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? പ്രവിത, ഗൾഫ് രാജ്യങ്ങൾ, ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ തുടക്കം മുതൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഒരു തരത്തിലുള്ള സംഘർഷത്തിലേക്കും നീങ്ങരുത്, അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സംഘർഷം അവസാനിപ്പിച്ച് നല്ല രീതിയിൽ വിഷയം അവസാനിപ്പിക്കുക എന്ന നിലപാട് തന്നെയാണ് എല്ലാ ഗൾഫ് രാജ്യങ്ങളും തുടക്കം മുതൽ സ്വീകരിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ അമേരിക്ക കൂടി ആക്രമണത്തിൽ നേരിട്ട് ഇടപെട്ടതോടുകൂടി ഗൾഫ് അറബ് രാജ്യങ്ങൾ തങ്ങളുടെ നിലപാടുകൾ കുറെ കൂടി ശക്തമാക്കിയിട്ടുണ്ട്. ഒരു തരത്തിലും ഈ സംഘർഷ സാഹചര്യം മുന്നോട്ട് പോകരുത് എന്ന് എല്ലാ രാഷ്ട്ര നേതാക്കളെയും ബന്ധപ്പെട്ടുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഖത്തർ അമീർ തന്നെ, ഇന്നലെയും ഇന്നുമായി ഖത്തർ അമീർ പലതരത്തിലുള്ള ഇടപെടലുകൾ ഒട്ടുമിക്ക ലോകരാഷ്ട്ര നേതാക്കളെയും ബന്ധപ്പെട്ട് ഈ സംഘർഷം എത്രയും അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു സമവായ നീക്കം എത്രയും വേഗം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ GCC രാജ്യങ്ങൾ ഓർഗനൈസേഷൻ തന്നെ, ഗൾഫ് സഹകരണ കൗൺസിൽ തന്നെ ഒറ്റക്കെട്ടായി ഇന്ന് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഈ സംഘർഷം മുന്നോട്ട് പോകരുത്. അതുപോലെ UAE അൻവർ ഗർഗാഷ് വളരെ വ്യക്തമായി കാര്യം വളരെ വ്യക്തമാകുന്ന തരത്തിൽ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിഷയം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക, ഒരു തരത്തിലുള്ള സംഘർഷത്തിലേക്കും കാര്യങ്ങൾ പോകരുത്, സംഘർഷം അവസാനിപ്പിച്ച് ചർച്ചകളുടെ വഴി നയതന്ത്ര നീക്കങ്ങളിലൂടെ എത്രയും പെട്ടെന്ന് പ്രശ്നം അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ് എല്ലാ ഗൾഫ് രാജ്യങ്ങളുടെയും ഒറ്റക്കെട്ടായ നിലപാട്. അതുപോലെ നമുക്കറിയാം, ഇനി എന്തായാലും ഈ വിഷയം ഇങ്ങനെ തുടർന്നു പോകുന്നിടത്തോളം സമവായത്തിലൂടെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുക, അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്കായിരിക്കും ഗൾഫ് രാഷ്ട്രങ്ങൾ പോകുന്നത്. കാരണം ഹോർമുസ് കടലിടുക്ക് നമുക്കറിയാം
ഗൾഫ് രാജ്യങ്ങളിലെ സുപ്രധാനമായ എല്ലാ ചരക്ക് നീക്കവും നടക്കുന്നത്. എണ്ണയാവട്ടെ, പ്രകൃതിവാതകമാവട്ടെ, അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള എല്ലാ മനുഷ്യന്റെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ്ഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഹോർമുസ് കടലിടുക്ക്. ഈ ഹോർമുസ് കടലിടുക്ക് ദിവസങ്ങളോളം അടഞ്ഞു കിടന്നാൽ തന്നെ അത് ഗൾഫ് രാജ്യങ്ങൾക്കുണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടം, സാമ്പത്തിക പ്രത്യാഘാതം നമ്മളൊക്കെ ഊഹിക്കുന്നതിനും വളരെ വലുതായിരിക്കും. പ്രവിത. ശരി, അൻവർ പാലേരിയാണ് ഖത്തറിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. GCC ഉച്ചകോടിക്ക് ശേഷം, അതായത് GCC യോഗത്തിനു ശേഷമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ദോഹയിൽ നിന്ന് അൻവർ പാലേരി നൽകിയത്. അതേസമയം നാളെ റഷ്യൻ പ്രസിഡന്റുമായി ഇറാൻ വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സ്ഥിതിഗതികൾ വിലയിരുത്താൻ UN രക്ഷാസമിതി ഇന്ന് അടിയന്തര യോഗം ചേരും. ലോകം സമാധാനം ആഗ്രഹിക്കുന്നുവെന്നും ഇറാനിൽ നിന്നുള്ള വാർത്തകൾ ആശങ്കാജനകമെന്നും മാർപ്പാപ്പ പ്രതികരിച്ചു. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് മുഹമ്മദ് അൻവർ ചേരുകയാണ്. അൻവർ, നാളെ നടക്കുന്ന കൂടിക്കാഴ്ച അത് റഷ്യൻ പ്രസിഡന്റും ഇറാൻ വിദേശകാര്യമന്ത്രിയുമാണ്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ UN രക്ഷാസമിതി അടിയന്തര യോഗം ചേരാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ യോഗങ്ങൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? പ്രവിധ, അമേരിക്കയുടെ ഇറാനിൽ നേരിട്ടുള്ള ആക്രമണത്തിന് ശേഷം പ്രധാനപ്പെട്ട 2 യോഗങ്ങൾ ഇന്നും നാളെയുമായി നടക്കുകയാണ്. ഇന്ന് ആദ്യം നടക്കുന്നത് ഇന്ന് രാത്രി 12:30 UN-ന്റെ രക്ഷാസമിതി യോഗം ചേരും. കഴിഞ്ഞ ദിവസം രക്ഷാസമിതി യോഗം ചേർന്നതാണ്. പക്ഷേ അതിൽ അന്ന് UN രക്ഷാസമിതിയിൽ ഈ ഇരു രാജ്യങ്ങളും അവരുടെ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏകപക്ഷീയമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന് ഇസ്രായേൽ ജനതയുടെ സ്വയം പ്രതിരോധത്തിന് വേണ്ടിയാണ് ആക്രമണം നടത്തുന്നതെന്ന് അന്ന് ഇസ്രായേൽ അംബാസിഡർമാർ രക്ഷാസമിതിയിൽ പറഞ്ഞതാണ്. യുദ്ധത്തിനെതിരെ, സംഘർഷം കൂടുന്നതിനെതിരെ പ്രമേയം പാസാക്കാൻ പോലും അന്ന് ചേർന്ന UN രക്ഷാസമിതിക്കായിരുന്നില്ല. ഇന്നത്തെ യോഗത്തിന്റെ പ്രത്യേകത, ഇറാൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇന്ന് യോഗം ചേരുന്നത്. അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ ഇടപെട്ടതിന് ശേഷം ചേരുന്ന ആദ്യ യോഗമാണ് UN സെക്യൂരിറ്റി കൗൺസിലിൽ ഇന്ന് 12:30 നടക്കാൻ പോകുന്ന കാര്യം. അതിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ വയ്യ. നാളെ നടക്കുന്ന മീറ്റിംഗ്, അതായത് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും തമ്മിലാണ് നാളെ നടക്കുന്ന പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച. ഇതിൽ ഇന്ന് അമേരിക്കയുടെ ആക്രമണം, ഇറാനിൽ നേരിട്ടുള്ള ആക്രമണത്തെ അപലപിച്ച 2 രാഷ്ട്രങ്ങളാണ് ചൈനയും റഷ്യയും. ആ റഷ്യൻ പ്രസിഡന്റുമായി നാളെ നടക്കുന്ന ചർച്ചയിലെങ്കിലും ഈ യുദ്ധസമാനമായ സാഹചര്യത്തിന് എന്തെങ്കിലും കുറവുണ്ടാകുമോ എന്നാണ് നമ്മളും ലോകരാജ്യങ്ങളുമെല്ലാം ഉറ്റുനോക്കുന്നത്. അമേരിക്കയുടെ ആക്രമണം ഉണ്ടായതിനു ശേഷവും ഇസ്രായേലും ഇറാനും തമ്മിൽ ഉള്ള സംഘർഷത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല. 30 ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് ഇന്ന് ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ നമുക്ക് 8 സൈനിക ഉദ്യോഗസ്ഥർ, ഇറാനിലെ പ്രധാനപ്പെട്ട 8 സൈനിക ഉദ്യോഗസ്ഥർ മരിച്ചു എന്ന് ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്. പ്രവിധ, അതേപോലെ തന്നെയാണ് ഇറാൻ തിരിച്ച് പ്രത്യാക്രമണവും നടത്തുന്നുണ്ട്. ബാലിസ്റ്റിക് മിസൈലുകൾ വർഷിച്ചാണ് ഇസ്രായേലിനെതിരെ ഇറാൻ ആക്രമണം തുടരുന്നത്. അമേരിക്ക യുദ്ധത്തിൽ ഇടപെട്ടതുകൊണ്ട് ഈ സംഘർഷ സാഹചര്യം കൂടുകയാണ് ഉണ്ടായത്. ആ നിലവിലെ പശ്ചിമേഷ്യയിലെ യുദ്ധസമാന സാഹചര്യത്തിലേക്ക് ഇനി ഏത് തരത്തിലുള്ള ഡെവലപ്മെൻ്റ് ആണ് ഉണ്ടാകുക എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. കാരണം ഇന്ന് ഇറാനിൽ ഉണ്ടായ ആക്രമണത്തിന്, അമേരിക്ക നേരിട്ട് ആക്രമിച്ചതിന് പിന്നാലെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ പ്രസിഡന്റ് അടക്കമുള്ളവർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇന്ന് രാത്രി അമേരിക്കയ്ക്ക് ഉറങ്ങാൻ കഴിയാത്ത രാത്രിയായിരിക്കുമെന്നുള്ള പ്രധാനപ്പെട്ട ട്വീറ്റുകളും പട്ടാള മേധാവികളുടേതായി വരുന്നുണ്ട്. ഇന്ന് രാത്രി നിർണായകമാണ്. പ്രവിധ, ഇറാൻ മണ്ണിൽ അമേരിക്ക ആക്രമണം നടത്തിയതിന് ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്നത് ഇന്ന് രാത്രി അറിയാം. പ്രവിധ, ശരി, അതാണ് വളരെ പ്രധാനപ്പെട്ട സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ ലോകം കടന്നു പോകുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇറാൻ ഏത് തരത്തിലാണ് മറുപടി നൽകുക എന്നുള്ളതാണ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത്. ഇതേക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് മുഹമ്മദ് അൻവർ നൽകിയത്. ഇറാനിലെ ആണവ കേന്ദ്രത്തിന് നേരെ അമേരിക്ക നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കുവൈറ്റ് പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ സബാഹിന്റെ നേതൃത്വത്തിൽ സുപ്രീം ഡിഫൻസ് കൌൺസിൽ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. രാജ്യത്തിന്റെ വ്യോമാതിർത്തിയിലും ജലാശയങ്ങളിലും ഉടനീളമുള്ള റേഡിയേഷൻ അളവ് നിരന്തരമായി നിരീക്ഷിച്ചു വരികയാണെന്നും ആണവ വികിരണ തോതിൽ ഇതുവരെ വ്യത്യാസം രേഖപ്പെടുത്തിയിട്ടില്ല എന്നും സുപ്രീം ഡിഫൻസ് കൌൺസിൽ വ്യക്തമാക്കി. ഏതെങ്കിലും അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ ആവശ്യമായ എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിക്കുന്നതിന് വിപുലമായ തയ്യാറെടുപ്പുകളാണ് നടത്തിവരുന്നതെന്നും അധികൃതർ അറിയിച്ചു. ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്ക നേരിട്ട് പങ്കാളിയായതോടെ ആശങ്കയിൽ നിക്ഷേപകർ. പെട്രോളിയം ഉൽപ്പന്നങ്ങളും സ്വർണവും ഡോളറും എങ്ങനെ നീങ്ങുമെന്ന് ഉറ്റുനോക്കുകയാണ് സാമ്പത്തിക ലോകം. എണ്ണപ്പാടങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള പ്രതിസന്ധിയിലേക്ക് ലോകം പോകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. Tonight I can report to the world that the strikes were a spectacular
military success. ഇറാനിൽ നടത്തിയ ആക്രമണം സൈനിക വിജയമെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോൾ നിക്ഷേപകർ ആശങ്കയിലാണ്. അമേരിക്കയുടെ ഇടപെടൽ വരും ദിവസങ്ങളിൽ വിപണികളിൽ അസ്ഥിരത സൃഷ്ടിക്കുമെന്ന പ്രവചനമാണ് നിക്ഷേപകരെ അസ്വസ്ഥരാക്കുന്നത്. എണ്ണവില ഉയരുമെന്നതാണ് ആദ്യം സംഭവിക്കുന്ന പ്രതിസന്ധിയെന്നാണ് മുന്നറിയിപ്പ്. ക്രൂഡ് ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ഒട്ടുമിക്ക ലോകരാജ്യങ്ങളിലും ഇന്ധനവില കൂടുന്നത് വെല്ലുവിളിയാകും. ലഭ്യത കുറയുന്നതും ഇന്ധനവില കൂടുന്നതും പൊതുവിലക്കയറ്റത്തിലേക്ക് നയിക്കും. RBI ഉൾപ്പെടെ മിക്ക കേന്ദ്ര ബാങ്കുകളും അടുത്തിടെ പലിശ നിരക്ക് കുറച്ചിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ വില ഉയരുന്നത് പലിശ കൂട്ടുന്ന നടപടിയിലേക്കും എത്തിച്ചേക്കും. വില കൂടുന്നത് ഉപഭോക്തൃ ആത്മവിശ്വാസം കുറയ്ക്കും. ക്രൂഡ് ഓയിൽ ഫ്യൂച്ചറുകൾ ഈ മാസം 10 മുതൽ 18% വരെ ഉയർന്നിരുന്നു. ഓക്സ്ഫോർഡ് ഇക്കണോമിക്സിലെ വിശകലന വിദഗ്ധർ പറയുന്നത് ഏറ്റവും ഗുരുതര സാഹചര്യത്തിൽ ആഗോള എണ്ണവില ബാരലിന് $130 ഉയരാൻ സാധ്യതയുണ്ടെന്നാണ്. അനിശ്ചിതത്വം മുന്നിൽ കണ്ട് ഇന്ത്യ റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. സംഘർഷം കടുത്താൽ സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിഞ്ഞാൽ സ്വർണ്ണവിലയും കൂടും. ഓഹരി വിപണികളെയും നീക്കം ഹ്രസ്വകാലത്തേക്ക് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ആഗോള രാഷ്ട്രീയത്തിൽ അമേരിക്കൻ കരുത്തു കുറഞ്ഞെന്ന തോന്നലുകൾ ഡോളറിന്റെ മൂല്യത്തിലും ഇടിവ് വരുത്തിയിരുന്നു. എന്നാൽ പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ നേരിട്ടുള്ള ഇടപെടൽ അമേരിക്കയ്ക്ക് വീണ്ടും ലോക പോലീസ് പരിവേഷം നൽകുമെന്നും ഡോളറിന്റെ മൂല്യം ഉയർത്തുമെന്നും IBKR ഏജൻസി പറയുന്നു. ഇറാന്റെ പ്രതികരണവും എണ്ണവിലയിലെ കയറ്റിറക്കങ്ങളുമാകും വരും ദിവസങ്ങളിൽ വിപണികളെ സ്വാധീനിക്കുക. ബിസിനസ് ഡെസ്ക് 24. ഗൾഫ് രാജ്യങ്ങളെ ലോകവിപണിയുമായി ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാന ഹോർമസ് കടലിടുക്ക് അടയ്ക്കാൻ ഇറാൻ പാർലമെന്റിന് തീരുമാനം. ഇറാന്റെ കടുത്ത തീരുമാനം ഇന്ത്യയടക്കം ലോകരാജ്യങ്ങളെ എങ്ങനെയാണ് ബാധിക്കുക? ലോകത്തിന്റെ എണ്ണവാതിലുകളിൽ ഒന്നായ ഹോർമസ് കടലിടുക്കിന്റെ പ്രാധാന്യവും പ്രത്യേകതയും വിവരിക്കുകയാണ് പ്രജൻസി കൺ. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇറാന്റെ പാർലമെന്റ് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാനുള്ള തീരുമാനം അതെങ്ങനെയാണ് ലോകത്തെ ബാധിക്കാൻ പോകുന്നത്? പ്രത്യേകിച്ചും GCC രാജ്യങ്ങളെ മാത്രമല്ല ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും ലോകരാജ്യങ്ങളെയും അത് ഏത് രീതിയിൽ ബാധിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ആദ്യമായിട്ടല്ല ഈ ഹോർമുസ് കടലിടുക്കിനെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഇറാന്റെ ഇത്തരം നീക്കങ്ങൾ. മുൻപൊക്കെ ഏതൊക്കെ ഘട്ടത്തിൽ ഈ പ്രതിരോധത്തിലായിട്ടുണ്ടോ ഇറാൻ, ആ സമയമൊക്കെ ഏറ്റവും അവസാന ആയുധം എന്ന രീതിയിൽ വെക്കുന്ന ഒരു കാര്യമാണ് ഈ ഹോർമുസ് കടലിടുക്ക്. അതിന്റെ ജിയോഗ്രഫിക്കൽ പ്രത്യേകത കൊണ്ട് തന്നെ, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ട് തന്നെ ആ ഹോർമുസ് കടലിടുക്കിനെ ഒരു വെപ്പണായി ഇറാൻ ഉപയോഗിക്കുന്നു ഈ ഘട്ടത്തിൽ എന്ന് തന്നെ തുറന്നടിച്ച് നമുക്ക് പറയാൻ കഴിയും. ഇതാ എനിക്ക് പിന്നിൽ കാണുന്നതാണ് ഇറാന്റെ ഭൂപടം. അതിൽ വളരെ വ്യക്തമായി കാണാം എന്താണ് ഈ ഹോർമുസ് കടലിടുക്കെന്നും അത് എങ്ങനെയാണ് ലോകരാജ്യങ്ങളെ ഇറാനുമായും അല്ലെങ്കിൽ ഈ GCC രാജ്യങ്ങളെ ഒന്നടങ്കം ബന്ധിപ്പിക്കുന്നത്. ഈ കാണുന്നതാണ് ഹോർമുസ് കടലിടുക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് ഒന്നുകൂടെ സൂം ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ നമുക്ക് കാണാം ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുള്ളത്. ദുബായ് അടക്കമുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, മസ്കറ്റ്, അതോടെ ഒമാനിലെ മസ്കറ്റ്, UAE ദുബായ്, ഖത്തർ, കുവൈറ്റ്, ഇങ്ങനെ GCC രാജ്യങ്ങളെല്ലാം പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം കിടക്കുന്നത് ഈ പറയുന്ന ഹോർമുസ് കടലിടുക്കിന് അടുത്തായിട്ടാണെന്ന് കാണാം. നമുക്ക് കുറച്ചുകൂടി അകത്തോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് ഈ പറയുന്ന ഈ ചെറിയൊരു ഇടുക്കിനെയാണ് നമ്മൾ ഹോർമുസ് കടലിടുക്ക് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് എന്ന് പറയുക. അത് ഇറാനും ഒമാനും തമ്മിലുള്ള രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള ചെറിയൊരു പാസേജാണ്, ഒരു കടൽ മാർഗമാണ് എന്ന് തന്നെ പറയാം. ഈ മാർഗം വഴിയാണ് അല്ലെങ്കിൽ ഈ സമുദ്രപാത വഴിയാണ് GCC രാജ്യങ്ങളിലേക്കുള്ള പ്രധാനപ്പെട്ട ചരക്കുകളെല്ലാം തന്നെ പോകുന്നതെന്ന് കാണാം. അതായത് മാത്രമല്ല GCC രാജ്യങ്ങളിൽ നിന്ന് അകത്തോട്ടും പുറത്തേക്കുമുള്ള എല്ലാ പ്രധാനപ്പെട്ട ചരക്ക് നീക്കങ്ങളും ഇങ്ങനെയാണെന്ന് കാണാം. ഉദാഹരണത്തിന് ഈ പറയുന്നത് പോലെ GCC രാജ്യമായ കുവൈറ്റിൽ നിന്നും ഒരു കപ്പൽ പുറത്തേക്ക് കിടക്കുക, ആകെയുള്ളൊരു വഴി എന്ന് പറയുന്നത് ഈ ഹോർമുസ് കടലിടുക്ക് വഴിയാണെന്ന് കാണാം. അങ്ങനെ പുറത്തേക്ക് എത്തുന്ന ഒരു കപ്പലിന് പിന്നീട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനുള്ള വലിയ സമുദ്രപാത തുറന്നിടുകയും ചെയ്യും. ഇതാണ് അറേബ്യൻ സീയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഈ കടലിടുക്ക് ഇവിടെ പൂട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഈ പറയുന്ന GCC രാജ്യങ്ങളിലേക്ക് അകത്തോട്ടോ അല്ലെങ്കിൽ പുറത്തോട്ടോ ഒരു കപ്പലിനും പുറത്തോട്ട് കടക്കാൻ കഴിയാതെ വരും. അങ്ങനെ മറ്റ് രാജ്യങ്ങൾ പ്രതിസന്ധിയിലായും സ്വാഭാവികമായും അവർ ഇറാനോട് അനുഭാവപൂർണ്ണമായ നയം സ്വീകരിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു തന്ത്രമാണ് ഈ ഹോർമുസ് കടലിടുക്ക് അടക്കുക വഴി ഇപ്പോൾ ഇറാൻ ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ ഒരു ഏറ്റവും അടുത്തുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇടുങ്ങിയ ഇതിന്റെ ഒരു പാത കൂടി നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 33 കിലോമീറ്റർ മാത്രമാണ് ഈ കടലിടുക്കിന്റെ വീതി എന്ന് കാണാം. ആ സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലാണ് ഈ കടലിടുക്ക് അടയ്ക്കാനുള്ള ഇറാന്റെ തീരുമാനം വരുന്നത്. അങ്ങനെ അടച്ചിടുന്നതോടുകൂടി തന്നെ ആകെ 2 ട്രാക്ക് മാത്രമാണ് കപ്പലിന് പോകാൻ കഴിയുക ഇതുവഴി. ഒന്ന് അകത്തോട്ടും ഒന്ന് പുറത്തോട്ടും പോകാൻ കഴിയുന്ന രീതിയിലാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ. അത്രമാത്രമേ വീതിയുള്ളൂ. കാരണം അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത്
രാജ്യാന്തര കപ്പൽച്ചാലിന് അപ്പുറമായി പോവും. ഇറാന്റെയും ഒമാന്റെയും അധീനതയിലുള്ള 2 പ്രദേശങ്ങളാണ് അപ്പുറവും ഇപ്പുറവും കാണുക. അതുകൊണ്ട് തന്നെ 2 കപ്പലുകൾക്ക് ഒരേ സമയം അകത്തോട്ടും പുറത്തോട്ടും പോകാനുള്ള സംവിധാനം മാത്രമേ, അല്ലെങ്കിൽ അത്രയും വീതി മാത്രമേ ഈ കടലെടുക്കിനുള്ളൂ. അത് അടയ്ക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഈ കപ്പൽ ഗതാഗതം തടസ്സപ്പെടും ആ മേഖലയിൽ. അങ്ങനെ മറ്റ് രാജ്യങ്ങളിലേക്ക് ക്രൂഡ് ഓയിലോ അല്ലെങ്കിൽ മറ്റ് എന്ത് ചരക്കുകളാണെങ്കിലും എത്താൻ കഴിയാത്തൊരവസ്ഥ വരും. സ്വാഭാവികമായിട്ടും അവിടുത്തെ സാമ്പത്തിക സ്ഥിതി പരുങ്ങലിലാവും. അപ്പോൾ ആകെയുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഇറാനോട് അപേക്ഷിക്കുക, അല്ലെങ്കിൽ ഇറാന്റെ കൂടെ കൂടുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരും. അല്ലെങ്കിൽ ഇറാനെതിരെ ആക്രമണം പ്രഖ്യാപിച്ചിരിക്കുന്ന അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് പിന്നോട്ട് പോകേണ്ടി വരും. അതൊരു വലിയ തന്ത്രമാണ്. അപ്പോൾ ഹോർമുസ് കടലിടുക്കിനെ ഒരു വെപ്പണായി ഈ ഘട്ടത്തിൽ ഇറാൻ ഉപയോഗിക്കാൻ പോകുന്നു എന്ന് നിസ്സംശയം. ഉയർന്ന വരുമാനമുള്ളവർക്ക് വ്യക്തിഗത ആദായ നികുതി പ്രഖ്യാപിച്ച ഒമാൻ ആദായ നികുതി സംബന്ധിച്ച് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് രാജകീയ ഉത്തരവ് പുറപ്പെടുവിച്ചു. 2028 ജനുവരി മുതൽ ആദായ നികുതി പ്രാബല്യത്തിൽ വരും. 42,000 ഒമാൻ റിയാലിന് മുകളിൽ വാർഷിക വരുമാനമുള്ള വ്യക്തികൾക്ക് 5% നികുതിയാണ് ഏർപ്പെടുത്തുക. ഒമാൻ ജനസംഖ്യയുടെ 1% ആളുകളെ മാത്രമായിരിക്കും നികുതി ബാധിക്കുക എന്നും അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എണ്ണ വരുമാനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, സമ്പത്തിന്റെ കൂടുതൽ തുല്യമായ വിതരണം ഉറപ്പാക്കുക, സാമൂഹിക ക്ഷേമ പരിപാടികൾക്ക് ധനസഹായം നൽകുക എന്നിവയാണ് നയത്തിന്റെ ലക്ഷ്യം. വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വരുമാന ഡാറ്റയെ അടിസ്ഥാനമാക്കി സാമ്പത്തികവും സാമൂഹികവുമായ ആഘാതം വിലയിരുത്തി ആഴത്തിലുള്ള പഠനത്തിന് ശേഷമാണ് വ്യക്തിഗത ആദായ നികുതി നടപ്പാക്കുന്നതെന്ന് അതോറിറ്റി അറിയിച്ചു. തീരുമാനം നടപ്പാകുന്നതോടെ വ്യക്തിഗത ആദായ നികുതി ഏർപ്പെടുത്തുന്ന ആദ്യ ഗൾഫ് രാജ്യമാകും ഒമാൻ. പെട്രോൾ ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വ്യക്തിഗത ആദായ നികുതി നടപ്പാക്കാൻ ഒമാൻ ഒരുങ്ങുന്നത്. ഒമാൻ നടപ്പാക്കുന്ന വിഷൻ 2040 ഭാഗമായാണ് പുതിയ നികുതി സമ്പ്രദായം. 24 ഒമാൻ. 11ാമത് ഇന്റർനാഷണൽ യോഗാ ദിനത്തിന്റെ ഭാഗമായി സൗദി ദമാമിൽ ദിശ യോഗ മീറ്റ് 2025 സംഘടിപ്പിച്ചു. ദമാം അൽതറാജി സ്റ്റേഡിയത്തിൽ നടന്ന പ്രൗഢഗംഭീര പരിപാടിയിൽ നിരവധി പേർ പങ്കാളികളായി. 11ാമത് ഇന്റർനാഷണൽ യോഗാ ദിനത്തിന്റെ ഭാഗമായാണ് സൗദി കിഴക്കൻ പ്രവിശ്യയായ ദമാമിൽ ദിശ യോഗ മീറ്റ് 2025 സംഘടിപ്പിച്ചത്. ദമാം അൽതറാജ് സ്റ്റേഡിയത്തിൽ നടന്ന പ്രൗഢഗംഭീര പരിപാടിയിൽ പ്രവിശ്യയിലെ വിവിധ മേഖലകളിൽ നിന്നായി നിരവധി പേർ പങ്കാളികളായി. ദിശ നാഷണൽ ജനറൽ സെക്രട്ടറി രാജേന്ദ്രൻ ചെറിയാലിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗ മീറ്റ് 2025 ഏഷ്യൻ യോഗാസേന ഫെഡറേഷൻ ആൻഡ് അറബ് യോഗ ഫൗണ്ടേഷൻ പ്രസിഡന്റ് പത്മശ്രീ യോഗാചാര്യ നൌഫ് മർവായി മുഖ്യാതിഥിയായിരുന്നു. നേപ്പാൾ എംബസി പ്രതിനിധി നാരായൺ പാസ്വാൻ, സൗദി യോഗ കമ്മിറ്റി വൈസ് ചെയർമാൻ അല ജമാൽ അലൈൻ, ഇന്ത്യൻ സ്കൂൾ ഹയർ ബോർഡ് മെമ്പർ അൻവർ സാദത്ത്, LMT മറൈൻ ഡിവിഷൻ ഹെഡ് ഹരിഹര സുബ്രഹ്മണ്യൻ, ഗൾഫ് ടെക് മാനേജിംഗ് ഡയറക്ടർ വികാസ് ഹാൻഡ, ജുബൈൽ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ RTR പ്രഭു, ദിശ നാഷണൽ അഡ്വൈസർ ഗണേഷ് ബാബു എന്നിവർ സംസാരിച്ചു. ദിശ ഈസ്റ്റേൺ പ്രൊവിൻസ് പ്രസിഡന്റ് മുരളീധരൻ, സെക്രട്ടറി ഗോപികൃഷ്ണൻ, സേവ നാഷണൽ കോർഡിനേറ്റർ രജീഷ് രാഘവൻ, രാകേഷ് തുടങ്ങിയവർ യോഗ മീറ്റിന് നേതൃത്വം നൽകി. പ്രൊവിൻസ് കോർഡിനേറ്റർ പ്രമോദ് നന്ദി പറഞ്ഞു. സുബൈറുദ്ദീനൂർ, 24 ദമാം. 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി യുഎഇയിലും വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. യുഎഇ സഹിഷ്ണുതാ മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ, മുൻ ടെന്നീസ് താരം സാനിയ മിർസ തുടങ്ങിയവർ ഇന്ത്യൻ എംബസിയുടെ പരിപാടിയിൽ മുഖ്യാതിഥികളായി. സ്വകാര്യ സ്ഥാപനങ്ങളും വ്യക്തികളും യോഗാ ദിനത്തിന്റെ ഭാഗമായി. പ്രവാസ ലോകത്തും വലിയ തോതിലാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചത്. UAEയിൽ ഇന്ത്യൻ എംബസിയുടെയും ഇന്ത്യൻ കോൺസുലേറ്റിന്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളായിരുന്നു രാവിലെ മുതൽ തന്നെ നടന്നത്. ഇന്ത്യൻ എംബസിയിൽ UAE സഹിഷ്ണുതാ കാര്യമന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗാ ദിനം ആചരിച്ചത്. സ്വകാര്യ സ്ഥാപനങ്ങൾ വളരെ ആവേശത്തോടു കൂടിയാണ് ഈ ഒരു യോഗാ ദിനത്തെ സമീപിച്ചത്. ഞാനിപ്പോൾ ഉള്ളത് ഡാനിം സ്പോർട്സ് വേൾഡിലാണ്. എൻ്റെ പുറകിൽ 400-ലധികം ആളുകളാണ് ഒരേ സമയം യോഗ ചെയ്യാനായി ഒത്തുചേർന്നിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ യോഗ ചെയ്യാനായി ഒത്തുചേരുന്നു. യോഗയെ കൂടുതൽ അടുത്തറിയുന്നു എന്നുള്ളതാണ് ഈ യോഗാ ദിനത്തെ ഇവിടെ പ്രവാസ ലോകത്ത് വ്യത്യസ്തമാക്കുന്നത്. How do you feel? We feel so overwhelming. We are so happy and so excited to meet the teacher. We are from Dera. We have my friends and my Indian friends, my Filipino friends. We came here all the way from Dera just to attend this event. We are so happy. Thank you so much. We're doing yoga. For me, I'm doing 5 years. When I started when I was 55, so now I'm 60. Thanks to yoga.
Thanks to the Almighty. Well, I have always believed for the wellness or the well-being of any person, yoga plays a very important role. Like a lot of people want to go to the gym, somebody wants to go for a run, somebody likes cycling. But in this heat, it is not possible. You are not motivated to go. So this yoga can be done in this small space. You can see almost 350 people are accommodated in this area. So by organizing this event, I believe a lot of people will take something benefit out of or the other and will stay healthy. Because I have believed with yoga, I have said yoga se hi hoga. You will stay healthy and have a very healthier mind. ഇത്തരത്തിൽ ഓരോ വർഷം കഴിയുന്തോറും യോഗയ്ക്കുള്ള പ്രാധാന്യം കൂടിക്കൂടി വരികയാണ്. വിവിധ രാജ്യക്കാരായ ആളുകൾ യോഗയെ അറിഞ്ഞ് യോഗ നൽകുന്ന ഗുണഫലങ്ങളെ കുറിച്ച് കൃത്യമായി തന്നെ മനസ്സിലാക്കി കടന്നു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറ, 24. കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ ബൈക്ക് അപകടത്തിൽ മരിച്ച മകനെ കാണാൻ കഴിയാതെ കുവൈറ്റ് ജയിലിൽ അകപ്പെട്ട മാതാവ് ജിനു ഇന്ന് കുവൈറ്റിൽ നിന്നും നാട്ടിലേക്ക് യാത്ര തിരിക്കും. കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ, സുരേഷ് ഗോപി, ഡീൻ കുര്യാക്കോസ് തുടങ്ങിയവരുടെ അടിയന്തര ഇടപെടലിനെ തുടർന്നാണ് യാത്ര സാധ്യമായത്. നാളെ കാലത്ത് 11:30 ജിനു കൊച്ചി വിമാനത്താവളത്തിൽ എത്തിച്ചേരും. വിവരങ്ങളുമായി ഗിരീഷ് ഒറ്റപ്പാലം ചേരുന്നുണ്ട്. ഗിരീഷ്, വിവരങ്ങൾ. പ്രവിത, 3 മാസങ്ങൾക്ക് മുൻപാണ് ഇവർ വീട്ടുജോലിക്കായി കുവൈറ്റിൽ എത്തുന്നത്. തുടർന്ന് ഏജന്റിന്റെ ചതിയിൽപ്പെട്ടാണ് ഇവർ കുവൈറ്റിൽ ജയിലിൽ അകപ്പെടുന്നത്. തുടർന്ന് ഇതിനിടയിലാണ് ബൈക്ക് അപകടത്തിൽ മകൻ മരിച്ചത്. മകനെ ഒരു നോക്ക് കാണാൻ കഴിയാതെ കുവൈറ്റിലെ ജയിലിൽ കഴിയുകയായിരുന്നു ഇവർ. കേന്ദ്രമന്ത്രിമാരുടെ ഇടപെടലിനെ തുടർന്ന് ഇന്ത്യൻ എംബസി സ്ഥാനപതി ആദർശ് സൈക്കയും മറ്റു ഉദ്യോഗസ്ഥരും ചേർന്നാണ് ജിനുവിന്റെ യാത്ര സാധ്യമാക്കിയത്. 3 മാസത്തിലധികമായി ഇവർ കുവൈറ്റിൽ വന്ന് ആദ്യം ഒരു വീട്ടിൽ ജോലിക്ക് പ്രവേശിക്കുകയും അവിടെ സ്പോൺസറുടെ ചില പ്രശ്നങ്ങൾ കാരണം മറ്റൊരു വീട്ടിലേക്ക് ഇവർ ജോലിക്ക് പോവുകയും തുടർന്ന് ഏജന്റ് ഇവരെ ചതിയിൽപ്പെടുത്തുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇവർ ജയിലിൽ അകപ്പെട്ടത്. ദിവസങ്ങളായി നാട്ടിലേക്കുള്ള യാത്ര സാധ്യമാവാതെ ഇന്ന് രാത്രിയാണ് ഇവർ കുവൈറ്റിൽ നിന്നും മുംബൈ വിമാനത്താവളം വഴി നാളെ കാലത്ത് 11:30 കൊച്ചി വിമാനത്താവളത്തിൽ എത്തിച്ചേരുന്നത്. കേന്ദ്രമന്ത്രിമാരുടെ ഇടപെടലിനെ തുടർന്നാണ് ഈ യാത്ര ഇന്നെങ്കിലും സാധ്യമായതെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പ്രവിത, ഗിരീഷ് ഒറ്റപ്പാലമാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ ബൈക്ക് അപകടത്തിൽ മരിച്ച മകനെ കാണാൻ കഴിയാതെ കുവൈറ്റ് ജയിലിൽ അകപ്പെട്ട മാതാവ് ജിനു ഇന്ന് കുവൈറ്റിൽ നിന്നും നാട്ടിലേക്ക് യാത്ര തിരിക്കുമെന്നുള്ളതാണ് വാർത്ത. മറ്റൊരു വാർത്തയിലേക്ക്. അൽ അൻസാരി എക്സ്ചേഞ്ച് മില്യനെയർ പ്രമോഷന് സമാപനം. ഗ്രാൻഡ് പ്രൈസായ 1 മില്യൺ ദിർഹത്തിന് ഫിലിപ്പിനോ സ്വദേശിയായ ആൽബർട്ട് റിയോ ഫ്ലോറിഡോ അർഹനായി. ഈ വർഷം മാർച്ച് മുതൽ മെയ് 29 വരെയായിരുന്നു പ്രമോഷൻ. പ്രമുഖ ധനവിനിമയ സ്ഥാപനമായ അലൻസാരി എക്സ്ചേഞ്ചിലെ മില്യനെയർ പ്രൊമോഷന്റെ 12ാമത് പതിപ്പിനാണ് സമാപനമായിരിക്കുന്നത്. 2025 മാർച്ച് 1 മുതൽ മെയ് 29 വരെ നടന്ന പ്രൊമോഷനിൽ 1 മില്യൺ ദിർഹംസ് ഗ്രാൻഡ് പ്രൈസിന് ഫിലിപ്പിനോ സ്വദേശിയായ ആൽബർട്ട് റിയോ ഫ്ലോറിഡോ അർഹനായി. ദുബായിലെ മെട്രോപൊളിറ്റൻ ഹോട്ടലിൽ നടന്ന ഔദ്യോഗിക നറുക്കെടുപ്പിൽ ദുബായ് എക്കണോമിക് ഡിപ്പാർട്ട്മെന്റിലെയും അലൻസാരി എക്സ്ചേഞ്ചിലെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രഖ്യാപനം. ജെറ്റൂർ ഡാഷിംഗ് SUV കാറുകൾക്ക് മുഹമ്മദ് റിസ്വാൻ മാലിക്, മുഹമ്മദ് ഖലീൽ ഹൈത്തമൻ എന്നിവർ അർഹരായി. കൂടാതെ പ്രതിവാര നറുക്കെടുപ്പിൽ 12 ഭാഗ്യശാലികളായ ഉപഭോക്താക്കൾക്ക് ട്രാവൽ വിങ്സിൽ നിന്ന് 5000 ദിർഹംസ് വിലമതിക്കുന്ന ഹോളിഡേ പാക്കേജുകളും ലഭിച്ചു. ഉപഭോക്താക്കൾക്ക് അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ തങ്ങൾക്ക് സാധിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് അലൻസാരി എക്സ്ചേഞ്ചിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അലി അൽ നജ്ജാർ അഭിപ്രായപ്പെട്ടു. 24 ദുബായ്. ഫോക്കസ് പൂർണ്ണമാകുന്നു.